നല്ല എരിവും മധുരവും പുളിയുള്ള ക്യാരറ്റ് ഈന്തപ്പഴം പിക്കിൾ ഒരു 10 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് വളരെ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും പിന്നെ ഒരു ഹൈപ്പും തരാൻ മറക്കല്ലേ. ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 1/2 കിലോ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, പക്ഷെ അധികം തിക്കുമായി പോകരുത്, അധികം മെലിച്ചിട്ടും ആയി പോകരുത്. ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയും വേണ്ട. ഡേറ്റ്സ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, ക്യാരറ്റിൻ്റെ പകുതി 250 ഗ്രാം. കുരു കളഞ്ഞ് ഇതാ ഏകദേശം ക്യാരറ്റിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കടുകും ഉലുവയും ഒരേ അളവിൽ എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്, ഇളം തീയിൽ. ഇത് നമുക്ക് കടുകൊന്ന് പൊട്ടി വരുന്നത് വരെ, അല്ലെങ്കിൽ ഉലുവയുടെ നിറം ഒരു ചെറിയ ബ്രൗൺ നിറാവുന്നത് വരെ നമുക്കിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പം ഏകദേശം ആ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇത് ഞാനിനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഒന്ന് തണിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ചൂടോടുകൂടി നമ്മളിത് ഇതേപോലെ പൊടിച്ചെടുക്കണം. ഇനി അതേ പാനിലേക്ക് ഞാൻ 1/2 കപ്പ് എള്ളെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ആവാം. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി 3ഉം 1/4 കപ്പ് വീതം എടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കട്ട് ചെയ്താൽ മതി. കടുകും ഉലുവയും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കണ്ട എന്നുള്ളവർ അതിന് പകരം അത്രയും അളവിൽ ഇഞ്ചിയും കൂടെ എടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ, മുരിച്ചെടുക്കൊന്നും വേണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ്. ഇത് വറ്റൽമുളക് ചേർക്കുന്നതിന് പകരമാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് ഒരു നല്ല ടേസ്റ്റ് കിട്ടും അച്ചാറിന്. ഒരു 4-5 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 15 മുതൽ 20 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം കൊടുക്കുന്നത് ആ ചില്ലി ഫ്ലേക്സിന്ന് അതിൻ്റെ നിറം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും നമ്മുടെ കായത്തിൻ്റെ പൊടി ഒന്ന് കുക്കായി കിട്ടാനുള്ള സമയമാണ്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞു വെച്ച ക്യാരറ്റാണ്. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത് 2 ടീസ്പൂൺ കല്ലുപ്പ് പൊടിച്ചതാണ്. കല്ലുപ്പ് ചേർക്കുന്നതാണ് പൊടിയുപ്പ് ചേർക്കുന്നതിനേക്കാൾ അച്ചാറിനൊക്കെ ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഡേറ്റ്സ്, ഈന്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങളാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്ത് അടപ്പടച്ച് കുക്ക് ചെയ്യുന്നൊന്നും വേണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് നിർത്താം, ഇളക്കി കൊടുക്കാം, നിർത്താം. അങ്ങനെ ഒരു 2 മിനിറ്റ് വരെ ചെയ്താൽ മതി. ക്യാരറ്റ് അങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കൊന്നും വേണ്ട കേട്ടോ. ഒരു ചെറിയ കടുപ്പുള്ള പാകത്തിനാണ് അടുത്ത ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അച്ചാറുണ്ടാക്കി കഴിയുമ്പോഴേക്കും അത് കറക്റ്റ് പാകത്തിനായിക്കോളും. ഇനി നമുക്ക് ഏറ്റവും നടുക്കൊരു ക്യാവിറ്റി ഉണ്ടാക്കി കൊടുക്കാം, ഒരു കുഴി പോലെ. എല്ലാം കഷ്ണങ്ങളൊക്കെ സൈഡിലേക്കൊന്ന് വകഞ്ഞ് മാറ്റി കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇതിൽ നമ്മൾ കശ്മീരി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ അച്ചാറിൻ്റെ കഷ്ണങ്ങൾ വെച്ച് തന്നെ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നു. അതായത് ഒന്ന് എല്ലാം കൂടെ തട്ടിപ്പൊത്തി വയ്ക്കുന്നു. ഒരു 30 സെക്കൻഡ് അങ്ങനെ തന്നെ ഇളം തീയിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സ്വീറ്റ്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 40 ഗ്രാം ശർക്കരയാണ്. ഒരാണി വെല്ലത്തിൻ്റെ ഏകദേശം 1/4 ഭാഗം കാണും. ഇത് ഓപ്ഷണലാണ്, പക്ഷെ ഇത് ചേർത്താൽ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. കൂടെ തന്നെ 1/2 കപ്പ് വിനാഗിരി ചേർക്കുകയാണ്. ഏത് വിനാഗിരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഇങ്ങനെ തന്നെ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം വലിയും, ഒന്ന് കട്ടിയാവും. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്.
കൂടെ തന്നെ വേണമെങ്കിൽ ഉപ്പും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചില്ലേ കടുകും ഉലുവയും, അതും കൂടെ ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഇളം തീയിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ. ആ കടുകിൻ്റെയും ഉലുവയുടെയും രസം ഒന്ന് ആ അച്ചാറിലേക്ക് ഇറങ്ങിക്കോട്ടെ. ഇതാ ഇപ്പം 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ അച്ചാറ് റെഡിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഷെൽഫ് ലൈഫ് പറഞ്ഞാൽ ഒരു 3-4 ദിവസം വരെയൊക്കെ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ പുറത്തിരിക്കും. ഒരു ടേസ്റ്റ് വ്യത്യാസം വരാൻ തുടങ്ങും അതിനുശേഷം. പക്ഷെ ഫ്രിഡ്ജിലാണെങ്കിൽ 1 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് തരൂ, കമൻറ്റിൽ ഇട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെച്ച് കേരള. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.